നമ്മുടെ ഈ ബോട്ടിന്റെ സുൽത്താനാണ് ഈ നിൽക്കുന്നത്. അലി അഭിജാസ്. ഇത് ഷാഫി. അപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിന്റെ. ഈ ബോട്ടിന് ഇപ്പൊ എത്ര വില വരും? ഷാഫിന്റെ ഒരു കാര്യം പറയണം. പറഞ്ഞോ. എന്റെ പേഴ്സണൽ കോച്ച് കൂടിയാ. ആണോ? പേഴ്സണൽ കോച്ച് എന്ന് ഉദ്ദേശിച്ചത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കോച്ചിനെ നമ്മുടെ VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അല്ല എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശരി. ഇതിന്റെ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. 1 month ആയിട്ടുള്ളൂ. 1 month ആയിട്ടേ ഉള്ളൂ അല്ലേ? ആണോ? ഡയറ്റ് ഒക്കെ ഉണ്ടോ? ആണല്ലേ? നിങ്ങൾ ബോഡി ബിൽഡർ ആണോ അതോ ഈ ബോട്ടിൽ പോയുള്ള? മിസ്റ്റർ കാലിക്കറ്റ് ഒക്കെ ആയിരുന്ന ആളാണ്. മിസ്റ്റർ കാലിക്കറ്റ് ആയിരുന്നു. അത് ശരി. നല്ല ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെയാണ്. അപ്പോ ഉഷാറാണ്. ഈ ബോട്ടിന് ഇപ്പം ഒരു പുതിയ ബോട്ട് വാങ്ങണമെങ്കിൽ എത്ര രൂപ വരും? ഏകദേശം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമുക്ക് 1.5 കോടി രൂപ. 1.5 കോടി രൂപ. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ബോട്ട്. അതിപ്പം കൂടിയും കൊണ്ട് വരാണ്. ലാഭം ഉണ്ടോ ഇതിന്റെ ഈ കച്ചവടത്തിൽ? എന്തെങ്കിലും ലാഭം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓടുന്നതനുസരിച്ച് ഇപ്പോഴത്തെ സ്ഥിതിക്ക് കിട്ടിയ പെരുന്നാൾ ഇല്ലെങ്കിൽ നഷ്ടം. അതല്ലേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കടത്തിലാണ് ബോട്ടുകളൊക്കെ ഓടിക്കൊണ്ട് എല്ലാ ബോട്ടുകളും. ഈ ബോട്ട് പിടിച്ചോണ്ട് വരുന്ന ബോട്ട് അങ്ങേ അറ്റത്തല്ലേ നിർത്തുക? ഇതിന് അവിടെ എങ്ങനെ ഇത്ര സാധനം കൊണ്ടുവരിക? തൊഴിലാളികളെ വെച്ചിട്ട് ഈ ബോട്ടിലൂടെ വേണം വരാൻ. ബോട്ടിലൂടെ ഇറക്കാം. ചാടി വരണം. ദൈവമേ, അത്രയുണ്ട് അല്ലേ? 20 പണിക്കാർ വേണം. അവിടുന്ന്, അതായത് പിടിച്ചോണ്ട് വരുന്ന മീൻ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് 20 പണിക്കാർ വേണം. വാർപ്പ് നീട്ടിയിട്ട് ബോട്ടിന്റെ എണ്ണം കൂടി, തൊഴിലാളികളുടെ എണ്ണം കൂടി. 350 ബോട്ട്. സൗകര്യം, അടിസ്ഥാന സൗകര്യം വികസിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ഈ ബോട്ടിനെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇതാണ് ബോട്ടിന് ഉപയോഗിക്കുന്ന മല. ഇതിന്റെ അടിയിൽ സ്റ്റോർ ഉണ്ട്. ഇതിന്റെ അടിയിൽ ഒരു നിലയുണ്ട് കേട്ടോ. അപ്പൊ ആ നിലയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വേണ്ട, ഇപ്പൊ ഇറങ്ങുന്നില്ല. ഇതാണ് സ്റ്റോർ. ഈ സ്റ്റോറിലേക്ക് ഇതേ സ്റ്റോർ. ഇതെങ്ങനെ ഇറങ്ങുന്നത്? ഏണി വയ്ക്കും, കോണിയുണ്ട്. ഇത് ചവിട്ടി ഇറങ്ങുക, വേറെ കോണി പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ റിസ്ക്കാ, ചാടി ഇറങ്ങുക. ഇറങ്ങണ്ട, പക്ക ഇത്രേ ഉള്ളൂ അല്ലേ? ചേട്ടൻ ഇറങ്ങിയപ്പോൾ നൈസായിട്ട് ഇറങ്ങി. നമ്മളായിട്ടാണെങ്കിൽ നൈസായിട്ട് പാടും. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഇതിനകത്ത് മത്സ്യം വയ്ക്കുന്ന സ്റ്റോറാണ്. ഐസ് ഇടും. ഓക്കെ. ഇതിനകത്ത് പക്ഷേ AC ക്ലൈമറ്റാ, നല്ല തണുപ്പ്, ഐസാ മൊത്തം. അപ്പോൾ ഇതാണ്. ഒരു ബോട്ടിൽ എത്ര തൊഴിലാളികളുണ്ടാവും? 10 ദിവസമൊക്കെ എടുക്കൂലേ തിരിച്ചു വരാൻ ചിലപ്പോൾ? അപ്പോൾ അത്രയും ദിവസം എവിടെ കിടന്നുറങ്ങും? ഇതിനകത്ത് കിടന്നുറങ്ങൂലല്ലോ. ഓക്കെ. 10 ദിവസം എടുക്കും. 10 ദിവസം. ഓക്കെ. ഇതിനകത്ത് റെസ്റ്റ് ചെയ്യും. ഭക്ഷണം പാചകം ചെയ്യുന്നത് എവിടെയാ? കിച്ചൺ ഉണ്ട്. കിച്ചണും കൂടി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ബാത്റൂമും കിച്ചണും ഒക്കെ ഉണ്ട്. സംഭവം ഒരു ഹൗസ് ബോട്ട് പോലെയാണ്, പക്ഷേ ഫിഷിംഗ് ബോട്ടിന് ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് തൊഴിലാളികളുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഉഷാറല്ലേ? ചായ കുടിച്ചാ? സുലൈമാനെ കുടിച്ചിറങ്ങിയ വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു. നമ്മൾ വെള്ളത്തിന്റെ പ്രശ്നം അത് നമുക്ക് കാണാം. ഇത് നമ്മുടെ ബോട്ടിന്റെ ഉൾവശത്തിലേക്ക് നമ്മളൊന്ന് കയറിയാൽ ഇതാണ് നമ്മുടെ കപ്പിത്താന്റെ സ്രാങ്കിന്റെ സംഭവമാണ്. ഇത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും അല്ലേ? ഗ്ലാസ് താത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചാണ് നമ്മൾ ഈ സാധനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. ദൈവങ്ങളെല്ലാം ഉണ്ട് അല്ലേ? എല്ലാ ദൈവങ്ങളും ഉണ്ട് അല്ലേ? പ്രാർത്ഥിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കപ്പലും ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാ നോക്കും. ഓക്കെ, സൂപ്പർ അല്ലേ? അടിപൊളി. ഏതിലെ കിടക്കുന്ന എവിടെയാ? താഴത്ത് കിടക്കും. താഴെ മുകളിലോട്ട് പാവിരിച്ച് കിടക്കും. 10 ദിവസം ഇങ്ങനെ കടലിലൂടെ ഇങ്ങനെ പോവാ അല്ലേ? അപ്പോൾ ഇതാണ് സംവിധാനം. ഇതെല്ലാം ഇങ്ങനെ നീക്കാൻ പറ്റും. കിച്ചൺ അങ്ങേയറ്റമാണ്. സാധാരണ എന്താണ് ഭക്ഷണ വിഭവം? ചെരുപ്പ് പ്രശ്നമാണ്. ഓക്കെ. ഇതാണ് നിങ്ങൾ ഫിഷിംഗ് ബോട്ടിനുള്ളിൽ വന്നിട്ടില്ലേ ഈ കാഴ്ചകളെ? ഇതാണ് കിച്ചൺ. കുഞ്ഞ് കിച്ചണാണ്. ഇതിന്റെ അടിയിലൊക്കെ കിടക്കുക. ഒരു 10 ദിവസം ഒരു ബോട്ടിൽ എത്ര പേരെന്നാ പറഞ്ഞേ? 20 പേര് ഇതിനകത്ത് കിടക്കുവോ? കുറച്ചുപേര് മുകളിൽ കിടക്കും. അന്യ സംസ്ഥാന തൊഴിലാളികളാണ് നമുക്കിവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ വലിയ രാത്രിയിലൊക്കെ ഈ തിരയും കാറ്റും ഒക്കെ ഉള്ളപ്പോഴും അത് കൊള്ളാം. അതിനകത്തിരിക്കും. ഇതാണ് കിച്ചൺ. हिंदी कहाँ से? कोलकाता से. कोलकाता. अब की बार ममता बनर्जी है और बीजेपी है. बीजेपी नी पेसडी फास्ट नी पेसडी ममता जी केरला सीटेडी आइछे ना सीटेडी आइछे. ബംഗാളിയാണ്. മലയാളം സംസാരിക്കാൻ വേണ്ടി ഓക്കെ. അത് ശരി. ബംഗാളിലാണോ പറഞ്ഞത്? പറഞ്ഞത് അറിയാലല്ലോ അല്ലേ? അല്ല, നമുക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് പറഞ്ഞ ബംഗാളിലുള്ളവരാണ്. അപ്പോൾ മമതാ ബാനർജി ഒരു BJP എന്ന് ചോദിച്ചു. മമതാ ബാനർജി എന്നൊരാൾ പറയുന്നു, BJP എന്ന് വേറെ ആൾ പറയുന്നു. കനത്ത പോരാട്ടമാണ്. യെസ്, ഉഷാറാണ്. ഓക്കെ. സ്പീക്കറൊക്കെ ഉണ്ടല്ലോ, പാട്ടൊക്കെ ഉണ്ട്. ആനന്ദത്തിന് പാട്ടുണ്ട്. കിടന്നുറങ്ങാൻ ആവശ്യമായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ചെറിയ കിച്ചണുണ്ട്. കിച്ചണിൽ എന്തൊക്കെയായിരിക്കും ഭക്ഷണം? സാധാരണ പാചകം, മീൻകറി, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഈ ബോട്ടിലുണ്ടാവും.
വിഭവങ്ങളുണ്ടോ? ആണോ? ചപ്പാത്തി, വെള്ളപ്പം, പുട്ട്, ആ നമ്മൾ എന്താണോ വീട്ടിൽ കഴിക്കണം. കേൾക്കുമ്പോ ഈ ബോട്ടിൽ കയറി ഒന്ന് കടലിൽ പോകണം തോന്നില്ലേ? അത്ര എളുപ്പമല്ല. സ്രാങ്കിലാണ് അല്ലേ? കടലിൽ കൊണ്ടുപോകണത് ഈ ചേട്ടനാണ്. വലിയ തിരയൊക്കെ വരുമ്പോ ടെൻഷൻ ആവൂലേ? അത്ര ഉണ്ടാവില്ല. നമ്മൾ അതിനെ പണി പരിച്ചു പോയല്ലേ, പഠിച്ചു പോയി. അതിനോട് ഒരു കുഴപ്പമില്ല. വലിയ തിര വരുമ്പോ എന്താ ചെയ്യുന്നത്? അതിനെ മറികടക്കാൻ വേണ്ടി വലിയ തിര ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോ എന്ത് ചെയ്യും? ഓടില്ല, നമ്മൾ അങ്ങനെ പയ്യെ പയ്യെ പിടിച്ച് നിൽക്കും. പയ്യെ പയ്യെ പിടിച്ച്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ അങ്ങനെ ചെരിഞ്ഞൊക്കെ ചരിഞ്ഞ് പോകാറുണ്ട്. ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? അത് ടെൻഷൻ നോക്കില്ല. ഓ, ടെൻഷനും ഇല്ല. അതാണ് കള്ളൂർ. എന്താ പേര്? സുരേഷ്. സുരേഷ് എവിടെയാ നാട്? കുളച്ചൽ, കന്യാകുമാരിയിൽ നിന്ന് വന്ന സ്രാങ്കാണ് നമ്മുടെ സുരേഷ്. ഇവരുടെ ധൈര്യം ഉണ്ടല്ലോ, അപാരമായ ധൈര്യമാണ്. നമുക്ക് പുറത്തുനിന്ന് പറയാം മത്സ്യത്തൊഴിലാളി എന്ന് വെറുതെ പറയും. അങ്ങനെയല്ല, അവർ ജീവിതത്തോട് പോരാടുന്ന മനുഷ്യർ. പക്ഷെ അവർക്ക് ഇത്ര സൗകര്യം മതിയോ? പോരാ എന്ന് പ്രേക്ഷകർക്കും തോന്നിയില്ലേ? എനിക്ക് തോന്നി. നമ്മൾ ഒരു കുഞ്ഞിടവേള എടുത്ത് തിരിച്ചു വരാം. ഇപ്പോൾ സമയം 8